സിനിമയാണ്, നല്ല സിനിമയാണ്. ത്രില്ലർ ജോണറുള്ള സിനിമയാണ്. ഫാമിലിയോടൊപ്പം ഒന്ന് കാണുക. ഒരു ഫാമിലി ബേസ്ഡാണ് സിനിമ. ഒരു കുടുംബത്തോടൊപ്പം ഒന്ന് കാണുക, അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അമൽ കെ ജോബിയുടെ ആദ്യ സംവിധാന സംരംഭമാണ്. നല്ല സിനിമയാണ്. പ്രേക്ഷകർ തിയേറ്ററിലൊന്ന് കാണാൻ ഒരു റീസൺ പറയാം. ചേട്ടൻ്റെ ഒരു റിവ്യൂ ആൾക്കാർ ആ രീതിയിലായിരിക്കും നോക്കിക്കൊണ്ട് ഒരു നല്ല സിനിമ എല്ലാവരും പറയുന്നതിനേക്കാളും സിനിമ ഈ കോണ്ടന്റ് എന്താണെന്ന് പറഞ്ഞാൽ കോണ്ടന്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ബേസിക്കലി കുടുംബം ബേസ് ചെയ്തിട്ടാണ്, ഫാമിലി എന്നുള്ളൊരു കൺസെപ്റ്റിൽ ബേസ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ ഒരാളുടെ ഒരു റിവെഞ്ച്, അല്ലെങ്കിൽ ഒരാളുടെ പുള്ളിയുടെ ഒരു ക്രൈമിന് പുറകെ ഒരാളുടെ യാത്ര, അങ്ങനെയൊക്കെ വേണം തന്നെ പറയാം. അധികം പറഞ്ഞവൻ അതിൻ്റെ ഒരു രസചേരുടെ മുറിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു സിനിമയാണ്. ഞാൻ പറഞ്ഞില്ല, ഇത് പേഴ്സ്പെക്റ്റീവ്. ഓരോരുത്തർക്ക് ചിലർക്ക് കോമഡി ജോണറൊക്കെ ഇഷ്ടപ്പെടും, ത്രില്ലർ ജോണറിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും പടം, ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പടം ഇഷ്ടപ്പെടും. ആരെ? ബിബിൻ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ജെയ്സ് നന്നായിട്ടുണ്ട്. പിന്നെ ആരാണ്? ഷാജിയോട്ട് നന്നായിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട്. പിന്നെ എല്ലാം പടം മൊത്തത്തിലല്ലേ. ഞാനൊരു പടമേ കണ്ടുള്ളൂ. ഞാൻ പബ്ലിസിറ്റി മാത്രമേ കണ്ടുള്ളൂ, ബാക്കി അറിയില്ല. ബാക്കി ദേവരയുണ്ട്, ദേവരുടെ മലയാളം പതിപ്പുണ്ട്, കപ്പുണ്ട്, ചിത്തിനയുണ്ട്. ഈ പടം കണ്ടല്ലോ, കണ്ടതിന് ശേഷം ബാക്കി പറയാം. ഇല്ലില്ല, ഒന്നും നടക്കുന്നില്ല. ബാക്കി എല്ലാം ഇതുകൊണ്ട് നമ്മൾ വളരെ ഹാപ്പിയാണ്. സിനിമ കണ്ടിറങ്ങുന്നത് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഹാപ്പിയാണ്. നമ്മുടെ സിനിമ എപ്പോഴും നമ്മൾ നല്ലത് പറയും, പക്ഷെ കാണുന്നവരൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷം. ഉറപ്പായിട്ടും ഈ സിനിമ കണ്ട ഒരാൾ മോശം സിനിമ എന്ന് പറയും. പിന്നെ അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റാണ്. അപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ജെയ്സനെ പോലുള്ള ഒരാൾക്കൊക്കെ ആ സ്പേസ് കിട്ടുക എന്നുള്ളതാണ്. ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് നന്നായി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം. അതാണ് സിനിമയുടെ സക്സസ് എന്ന് നോക്കുന്നത്. എല്ലാവരും പുതിയ ആൾക്കാർ, അമൽ ഡയറക്ടർ, റൈറ്റർ, പിന്നെ കുഞ്ഞുമി, ആ റെക്കോർഡിങ് ചെയ്ത പിള്ളേർ ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ട് വെച്ച് എല്ലാം കൊണ്ടും നന്നാകുന്ന സദ്യ. നമ്മളതിലൊന്നും ഇടപെടാറില്ല. നമുക്ക് തരുന്നവരുടെ ഈ പടത്തിൽ തന്നെ കണ്ടില്ലേ, ഞാൻ ആക്ച്വലി ഒരു ക്യാമിയോ പോലെ ഉണ്ട്. പക്ഷേ 10-20 മിനിറ്റ് എനിക്കുള്ളെങ്കിലും എനിക്കത് ഭയങ്കര സന്തോഷം. പടം പുറത്തിറങ്ങിയിട്ട് എല്ലാവരും നമ്മളോടൊന്നും അല്ലാന്ന് പറയുമ്പോൾ നല്ല പടത്തിൻ്റെ ഭാഗമാവുക, നമ്മുടെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, അതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.